ശ്രീ എബിൻ വർക്കി ആദ്യം പോസ്റ്റ് ചെയ്തത് ഡിവൈഎഫ്ഐ നേതാവാണ് എന്ന് പോലീസിന്റെ റിപ്പോർട്ടിലുണ്ട്. പക്ഷെ ആരാണ് സൃഷ്ടിച്ചത് എന്ന് പോലീസിന്റെ റിപ്പോർട്ടിലില്ല. ഇത് CPM തന്നെ സ്വന്തമായി ഉണ്ടാക്കി പോസ്റ്റ് ചെയ്തതാണ് എന്ന് കോൺഗ്രസും യൂത്ത് ലീഗും MSF ഒക്കെ തീരുമാനിച്ചോ? പിന്നെ ഈ കേരളത്തിൽ ആ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ കോലാഹലം എന്താണ്? ഷാഫി പറമ്പിലിനെ എങ്ങനെയെങ്കിലും വർഗീയവാദിയാക്കി ചിത്രീകരിക്കുക. ഞാൻ ഉപദേശിക്കുന്നു കരുതരുത്, മുതലാളി ഒരു ചെത്തിയാണ്. ഷാഫി പറമ്പിലിനെ മതം ഉപയോഗിച്ച് വോട്ട് പിടിക്കുന്നവനാണ് എന്ന് ചിത്രീകരിച്ചുകൊണ്ട് 4 വോട്ടിന് വേണ്ടി നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ. 4 വോട്ടിന് വേണ്ടി കേരളത്തിലെ മതേതരത്വം പണയം വെച്ച കമ്മ്യൂണിസ്റ്റുകാരുടെ യഥാർത്ഥ ചിത്രമാണ് ഇപ്പൊ വെളിവായിട്ട് വന്നിട്ടുള്ളത്. നിങ്ങൾ കാര്യങ്ങളെല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് അങ്ങനെ തന്നെ അനുമാനിക്കാം, അല്ലേ? അല്ല ഇല്ലെങ്കിൽ ഒന്ന് ആലോചിച്ചപ്പോ ഈ കാഫിറിന്റെ പേരിൽ എത്ര മാത്രമാണ് ഒരു വ്യക്തിയെ ഇവർ അധിക്ഷേപിച്ചത്? അതന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? അവിടെ വലിയ സമ്മേളനം നടത്തി പറഞ്ഞത് എന്താ? പൊളിറ്റിക്കൽ പോയിസൺ ആണ് ഷാഫി പറമ്പിൽ എന്നാ പറഞ്ഞേ. ആരാ പറഞ്ഞേ? ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ്. ഞാൻ മുത്തച്ഛന്റെ കൂട്ട് ഞാൻ മാത്രമല്ല, അവരെല്ലാവരും തട്ടണമെന്ന് പറഞ്ഞു. ഇന്നിപ്പോ ഇത് വരുമ്പോ നമ്മൾ വെളിവാകുന്നത് എന്താ? ഈ കേരളത്തിലെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ലയറാണ് ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് A. റഹീം. വടകര പാർലമെന്റ് മണ്ഡലത്തിൽ CPM-ന്റെ സോഷ്യൽ മീഡിയയുടെ ചുമതലക്കാരൻ ആരായിരുന്നു? ആ ചുമതലക്കാരനാണ് ഇന്ന് എന്റെ കൂടെ ചർച്ചയിൽ അപ്പുറം ഇരിക്കുന്ന ശ്രീ KT കുഞ്ഞിക്കണ്ണൻ. എന്തിനാടാ ദിനേശ നാട്ടുകാരെ ചിരിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോന്ന് ചെയ്തു കൂട്ടുന്നത്? ഈ നാട്ടിലെ വർഗീയമായി ചിത്രീകരിച്ചുകൊണ്ട് മതേതരത്വം തകർക്കാൻ ശ്രമിച്ചതിലെ ആദ്യത്തെ കുറ്റക്കാരൻ താങ്കളാണ്. അതുകൊണ്ടല്ല ഞാൻ കൊളോക്കിലായിട്ട് പറഞ്ഞതാ. നിങ്ങളുടെ ആളുകളുമാണ് ഇതൊക്കെ പോസ്റ്റ് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് ഈ KT കുഞ്ഞിക്കണ്ണന്റെ ഒരു പത്രസമ്മേളനവും നമ്മളാരും കണ്ടില്ലല്ലോ. ഇതിനകത്തെ ഒരു ത്രില്ലില്ല. അതുകൊണ്ട് ഈ KT കുഞ്ഞിക്കണ്ണൻ മാത്രമല്ല, അദ്ദേഹത്തിന് ഇതിനകത്ത് പങ്കുണ്ട്. അദ്ദേഹം മാത്രമല്ല, KK ലതിക എന്ന് പറയുന്ന ആ മുൻ MLA, അവരാണല്ലോ ഇത് ഷെയർ ചെയ്തത്. ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ലെങ്കിൽ അതെ, അല്ലെങ്കിൽ അല്ല. ഈ വസ്തുത കൂടുതൽ അന്വേഷിക്കണം. ഇത് ഉണ്ടാക്കിയവർക്കും ഉണ്ടാക്കാൻ ഓർഡർ കൊടുത്ത ആളുകൾക്കുമെതിരെ നടപടിയെടുക്കണം. ഞാനെന്താ അതിൽ ചെയ്യാൻ പറ്റുക? ഇതിപ്പോ എനിക്ക് ആരോടെങ്കിലും പറയാൻ പറ്റൂ? വരുന്നിടത്ത് കാണാം, അത്രയല്ലേ, മറ്റൊന്നും പറയാൻ പറ്റൂല. നാണവും ഉളുപ്പുമില്ലാതെ 4 വോട്ടിന് വേണ്ടി സ്വന്തം പ്രത്യയശാസ്ത്രവും മതേതരത്വവും പണയം വെക്കുന്നവനാണ് കമ്മ്യൂണിസ്റ്റുകാരൻ.